ഗഗറിൻ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ സന്ദീപ് വാര്യർ പറഞ്ഞത്. ഒന്ന്, അടിയന്തര സഹായം എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. റെസ്ക്യൂ ഓപ്പറേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കണക്ക് അവതരിപ്പിച്ചത്. ബാക്കി ധനസഹായം അടക്കം അല്ലെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം കൊടുക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉണ്ടാകും എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഏകപക്ഷീയമായ സർക്കാർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. സർവകക്ഷി യോഗം വിളിക്കുകയോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടുകയോ ഒന്നും ചെയ്യാതെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മൂന്നാമത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, പ്രായോഗികമായി സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ സർക്കാർ വലിയ പദ്ധതികളായി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് മുന്നിലും കേരളത്തിന് മുന്നിലും അവതരിപ്പിക്കുന്നു എന്നതാണ്. താങ്കളുടെ മറുപടി? സന്ദീപ് വാര്യർ അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒന്നാം ഘട്ടത്തിൽ ആർക്കും ഒരാക്ഷേപം ഉണ്ടായിരുന്നില്ല. എല്ലാവരും യോജിച്ച് നല്ല രീതിയിൽ ഗവൺമെൻറ് ഉൾപ്പെടെ പ്രവർത്തിച്ചു എന്ന അഭിപ്രായം എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ പതുക്കെ കക്ഷി രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കാനുള്ള ശ്രമം UDFും BJP ആരംഭിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഇത് പറയുമ്പോൾ ഈ എന്തെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, പുത്തുമല ദുരന്തം ഉണ്ടായല്ലോ, മുമ്പ് ഇതുപോലുള്ള ഉരുൾപൊട്ടൽ പ്രളയം ഉണ്ടായി. എന്താ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? ഈ തവണത്തെ പോട്ടെ, മുമ്പ് എന്താ ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ചെയ്തിട്ടില്ല. രണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിപാദിച്ചല്ലോ, പുത്തുമലയിൽ ഏതെങ്കിലും ഒരാൾക്ക്, പുത്തുമലയിലെ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചത് അന്നത്തെ MLAയോ മന്ത്രിമാരോ അല്ല, മറിച്ച് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആരാധനാലയങ്ങളുടെ പ്രതിനിധികളും ചേർന്നൊരു കമ്മിറ്റിയാണ് പുത്തുമലയിലെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അന്തിമമായി ലിസ്റ്റ് ഉണ്ടാക്കി അതിലേതെങ്കിലും ഒരാൾക്ക് അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് ഉണ്ടെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുന്ന പോലെ ഇത്തരം ഒരു ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചരണം നടത്തുന്നത് ശരിയല്ല. രണ്ടാമത്തത്, ഇന്ന് കഴിഞ്ഞ തവണ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ നേതൃത്വം നൽകിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്തായിരുന്നു. ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇടപെടുന്നുണ്ടോ? മാത്രമല്ല, സന്ദീപ് വാര്യർ പറഞ്ഞത് ഗവൺമെൻറ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്നാണ്. താൽക്കാലിക പുനരധിവാസത്തിന് ഗവൺമെൻറ് മന്ത്രിസഭയുടെ ഉപസമിതി ഇവിടെ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ആ കമ്മിറ്റി. അവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. പക്ഷെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആ പ്രവർത്തനത്തിൽ എത്രമാത്രം ചെയ്തു എന്നുള്ളത് ഇവർ രണ്ടു കൂട്ടരൊന്നും ആലോചിക്കുന്ന നല്ലതാണ്. എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ചരിത്രത്തിൽ ഇന്നലെ വരെ 21 മന്ത്രിമാർ കേരളത്തിലുള്ളതിൽ 20 മന്ത്രിമാരും ഇവിടെ ഇടപെട്ടിട്ടുണ്ട്, ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ട്, നേരിട്ട് വന്ന് ഇടപെട്ടവരാണ്. അതുമാത്രമല്ല, 4 മന്ത്രിമാർ ഒരു ഉപസമിതി രൂപീകരിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്ര ദിവസം നേതൃത്വം നൽകി എന്നുള്ള പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവർ നേരിട്ട് ഇവിടെ നിൽക്കുക ചെയ്തത്. മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം താങ്കൾ പറഞ്ഞോളൂ. ഞാൻ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഇവിടെ കൽപ്പറ്റ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് മറുപടി പറയാനാണ്. വയനാട്ടിൽ ഈ വാടക വീടുകൾ കിട്ടുന്നതിനുള്ള പ്രയാസം, അതായത് വാടക വീടുകൾ വലിയ തുക ആവശ്യപ്പെടുന്നു. ആ കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. പലരും അവരെയൊക്കെ സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, അവിടെ വാടക വീടുകൾ കിട്ടുന്ന മുറയ്ക്ക് അവരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഇടപെടുന്നു. ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. ഏതെങ്കിലും ഒരു കേസിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി CPM ആണല്ലോ, മുഖ്യമന്ത്രിയുടെ പാർട്ടി CPM അല്ലേ? ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ടു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്ത് നിലപാട് വേണേൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ. ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്കറിയാം. ഒരു ഘട്ടം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളെ രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ട് പുനരധിവാസത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ പഞ്ചായത്തും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവത്തിൻ്റെ
ദുരന്തം അനുഭവിച്ച പ്രദേശത്തെ ആളുകളുടെയാണ് 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ഇടപെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരാൾ, ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അത്തരം കാര്യത്തിൽ ഇടപെട്ടതായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ആ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലെങ്ങനെയാണ് പിന്നെ സംസ്ഥാന ഭരണകക്ഷിയുടെ ആളുകൾ ഈ ഇടപെട്ടുകൊണ്ട് ആളുകളെ നോക്കി ഇടപെടുന്നു? അതൊക്കെ ഈ BJPയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, എന്ത് ദുരന്തം ഉണ്ടായാലും ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള വാചകം പറഞ്ഞ് രക്ഷപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ദുരന്തമായിട്ട് അവശേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഒന്നും ചെയ്യൂല. അതുകൊണ്ടല്ലേ ഈ പ്രധാനമന്ത്രി ഇവിടെ വന്നതിനെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇടപെട്ടതിനെ പോസിറ്റീവായി എടുത്തു. പക്ഷേ ഇന്ന് വരെ ഒരു മെമ്മോറാണ്ടം, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും മെമ്മോറാണ്ടത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്? മെമ്മോറാണ്ടം എന്നത് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമാണ് സംസ്ഥാന ഗവൺമെൻറ്. അത് കൊടുക്കുന്നതിന് കുറച്ച് സമയമെടുക്കും, യാതൊരു സംശയവുമില്ല. അത്രയേറെ തിട്ടപ്പെടുത്താനുണ്ട്. കാരണം എന്താ വെച്ചാൽ മരണത്തിൻ്റെ എണ്ണം പോലും ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, മുഴുവൻ ആളെ കിട്ടിയിട്ടില്ല. അപ്പം മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ അത്രയും സൂക്ഷ്മമായി കൊടുക്കണം. ഒരു മെമ്മോറാണ്ടം കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായിട്ട്, എന്നാൽ ഞങ്ങൾ അതിനു വേണ്ടി, ഞാൻ ചോദിക്കട്ടെ, മുഴുവൻ പ്രഖ്യാപിക്കേണ്ട, എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കണ്ടേ? സാമാന്യ മര്യാദയില്ലേ അത്? ഒന്നും പ്രഖ്യാപിക്കാതെ കുറ്റങ്ങൾ മാത്രം ആരോപിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക. UDFനെ സംബന്ധിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഇവിടുത്തെ എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആളല്ലേ ഇവിടുത്തെ MLA സിദ്ദിഖ്. എന്താ ചെയ്തത്? ഇവിടെ ജനങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടുപോയി ഒരു കടയിൽ വെച്ചിട്ട് സ്വന്തം ഫോട്ടോ അടിച്ച് സഞ്ചിയിൽ അത് കൊടുക്കുകയാണ് ആളുകൾക്ക്. അതാണോ ഒരു MLA? മുമ്പ് ഇവിടെ ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടെ MLA ഉണ്ടായിരുന്നല്ലോ. അന്ന് MLA അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതൃക ഇവിടെ ഉണ്ട്? എവിടെയെങ്കിലും ഉണ്ടോ? ദുരന്ത സമയത്ത് ഓരോരുത്തരുടെ ഫോട്ടോ വെച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ജനപ്രതിനിധി എല്ലാവരെയും ഏകോപിപ്പിക്കേണ്ട ആളല്ലേ? ഇതൊന്നും ഇവർ കാണാഞ്ഞിട്ടല്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരിടപെടൽ ഇന്ന് വരെ നടത്തിയിട്ടില്ല, നടത്താൻ ആഗ്രഹിക്കുന്നില്ല, ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ആക്ഷേപങ്ങൾ അനാവശ്യമായി ഇങ്ങോട്ട് ഉന്നയിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷണം മനസ്സിലായാൽ ചിലത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ദുരന്തത്തിൻ്റെ ആരംഭം മുതലുള്ള പ്രശ്നങ്ങൾ ചിലത് പറയേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഞങ്ങൾ മെനക്കെട്ടിട്ടുമില്ല. പക്ഷേ ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദം രാഷ്ട്രീയ ഭാഗത്തിന് മറുപടി പറഞ്ഞില്ല. അതായത് ഞാൻ ഒറ്റ കാര്യം, അതായത് വാടക വീടുകൾക്ക് ഈ പറഞ്ഞ സർക്കാർ നിശ്ചയിച്ച തുകയിൽ ഈ ദുരന്തം അനുഭവിച്ച് ഈ റെസ്ക്യൂ റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് നിങ്ങൾ നിശ്ചയിച്ച, ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ നിശ്ചയിച്ച തുകയ്ക്കുള്ള വാടക വീടുകൾ കിട്ടുന്നില്ല എന്നത് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണോ? അത് താങ്കൾ ആ പ്രദേശത്ത് നന്നായി അറിയുന്ന ആളാണല്ലോ, അപ്പോൾ താങ്കൾക്ക് അത് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ ഇപ്പൊ കുറെ കിട്ടി, അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ കുറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പുനഃപരിശോധിക്കണം. വാടകയുടെ കിട്ടുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ആ വാടക തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അത് ഇന്ന് കിട്ടിയിട്ടുള്ളത് കൂടുതൽ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഇതിലധികം വാടക വന്നതായിട്ട് അധികം കേട്ടിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും അത്തരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് പരിഗണിക്കണം. സർവകക്ഷി യോഗത്തിൽ ജനങ്ങൾക്ക് ഒരു കൂട്ടായ തീരുമാനമായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത്, അത് ഉണ്ടായില്ല, ഏകപക്ഷീയമായി പോയി തീരുമാനം എന്ന വിമർശനമോ? അല്ല, ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി വന്ന് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചില്ലേ, വയനാട്ടിൽ വിളിച്ചില്ലേ? ആ ചർച്ച ചെയ്തിട്ട് പിന്നീട് വരുന്ന ഓരോ വിഷയങ്ങളിലും അതാത് ഘട്ടത്തിലെടുക്കുന്ന തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസം തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അത് മാറ്റുന്നതിനുള്ള ഇടപെടൽ നമുക്ക് നടത്തണം, എല്ലാവർക്കും നടത്തണം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ലേ, അവരിടപെടണം. ഞങ്ങളും ഇടപെടും. ഞങ്ങളെ സംബന്ധിച്ച് ഭരണകക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഭരണകക്ഷിയായാലും മിണ്ടാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ജനങ്ങൾക്ക് വാടക വീട് ഈ പറഞ്ഞ ദിവസത്തിനകം ലഭ്യമായി താമസവും ജോലി ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ശരിയായ നിലയിൽ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്യണമെന്ന് തൻ്റെ അടുത്തോടുകൂടി തന്നെ ഞങ്ങൾ പറയും. ഞങ്ങളെ ഗവൺമെന്റ് ആയതുകൊണ്ട് അതൊന്നും വേണ്ട, ജനങ്ങൾ അനുഭവിക്കട്ടെ എന്നല്ല.